നമുക്ക് എത്ര വായിച്ചാലും മതിയാവാത്ത ഒരു എഴുത്തുകാരനാണല്ലേ ബഷീർ. ബഷീറിനെ പറ്റി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട്. ബഷീർ ഗാന്ധിജിയെ തൊട്ട കഥ അമ്മയോട് പറയുന്നതും ഒക്കെ. അത്തരത്തിലൊരു കഥ നീ ഇടയ്ക്ക് പറയണ്ടായില്ലേ? അതൊന്നുകൂടെ. അല്ലെങ്കിൽ ഈ ബഷീർ എന്ന് പറയുന്നത് ഭയങ്കര കഥകളുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ എഴുത്തായാലും അദ്ദേഹത്തിന്റെ ജീവിതമായാലും ഭയങ്കര രസമുള്ള മനുഷ്യനാണ് എന്നതാണ്. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് പാത്തുമ്മയുടെ ആടാണ്. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കുമായിട്ട്, ഇത് പണ്ട് ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. ഈ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. അതായത് 1958 ഈ ബഷീറിന്റെ ആട്, പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന പുസ്തകം ടെക്സ്റ്റ് ബുക്കാക്കാൻ പോകുന്നത്. അപ്പൊ അന്ന് അതിനെതിരെ ഭയങ്കര പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അന്ന് CH മുഹമ്മദ് കോയക്കാണ് അതിനെതിരെ, ഈ ടെക്സ്റ്റ് ബുക്ക് ആക്കുന്നതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചത്. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലെ മൊല എന്ന് പറയുന്ന വാക്ക് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കണ്ട എന്നുള്ളതായിരുന്നു അതിന്റെ നിലപാട്. അപ്പോ ജോൺ പോളൊക്കെ അതിനെ കുറിച്ച് വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞതനുസരിച്ച് അന്ന് ഈ ബുക്സ് കമ്മ്യൂണിസ്റ്റുകാർ വായിച്ചു, പ്രശ്നം മനസ്സിലായി, അവരതിനെ എതിർത്തു. കോൺഗ്രസ്സുകാർ വായിച്ചു, ഒന്നും മനസ്സിലായില്ല, പക്ഷെ അവരതിനെ എതിർത്തു. ലീഗുകാർ അതിലും കോമഡിയാണ്, വായിച്ചില്ല, മനസ്സിലായതില്ല, പക്ഷെ അതിനെ എതിർത്തു. അപ്പൊ അങ്ങനെയുള്ള ജോൺ പോൾ ആ ഇൻസിഡന്റിനെ കുറിച്ച് പറയുന്നത്, CH മുഹമ്മദ് കോയക്ക് അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിലെ വലിയ പ്രശ്നമായിരുന്നു. പിന്നെ അത് ടെക്സ്റ്റ് ബുക്കായി. മൊല എന്ന വാക്കിനെയൊക്കെ വെട്ടിക്കൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ആവുകയും ചെയ്തു. പക്ഷെ ബഷീർ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു വീക്ഷണം അവിടെയാണ്. ഈ മൊല എന്ന് പറയുന്ന വാക്ക് വെട്ടിയല്ലോ, എന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വെട്ടി. അപ്പൊ അദ്ദേഹം ഇതിന്റെ 2 കോപ്പി എടുത്തു. ഒന്നിൽ മൊലയുള്ള ബുക്കും മൊലയില്ലാത്ത ബുക്കും. അദ്ദേഹത്തിന്റെ എറണാകുളത്തുള്ള ബുക്ക് വിൽക്കുന്ന സ്ഥലമുണ്ട്, അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമുണ്ട്. അവിടെ ഈ സ്റ്റാളിൽ കൊണ്ടുപോയിട്ട് 2 ബുക്ക് നിരത്തി വെച്ചു. മൊല ഉള്ളതിന് 1 രൂപയും മൊല ഇല്ലാത്തതിന് ₹1.25. അപ്പൊ വർഷങ്ങൾക്ക് മുന്നേ 25 പൈസ കൊടുത്ത് കേരളത്തിന്റെ സദാചാര ബോധത്തെ ഇല്ലാണ്ടാക്കിയ ഒരു മനുഷ്യന്റെ പേരാണ് ബഷീർ എന്ന് പറയുന്നത്.